പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹവും ശാന്തവും മനോഹരവുമായ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിനായി ഞങ്ങളങ്ങേ നന്ദിയോടെ സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ച് ആരാധിക്കുന്നു. സ്വർഗീയ പിതാവേ, കഴിഞ്ഞുപോയ ഒരാഴ്ചപ്പെട്ട കാലം ദൈവം അവിടുന്ന് ഞങ്ങളെല്ലാവരെയും സുഖഭദ്രമായി കാത്തു പരിപാലിച്ച ദയയോർത്ത് നന്ദിയോടെ വാഴ്ത്തുന്നു. കാരുണ്യവാനായ ദൈവമേ, അവിടുത്തെ കരുണകളിലല്ലാതെ ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ ഒന്നുമില്ലല്ലോ. പ്രതികൂലവും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ അങ്ങയുടെ തിരുമുഖം നോക്കി കർത്താവെ അപേക്ഷിച്ച് നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചുകൊണ്ട് ഓരോ നാളും ജീവിതം മുന്നോട്ട് നയിക്കാൻ ദൈവം കൃപ ചെയ്യണമേ. ഇന്നത്തെ ഈ വിശുദ്ധ ആരാധനയിൽ അവിടുത്തെ തിരുസാന്നിധ്യം പകരണമേ. കർത്താവെ, ബലഹീനരായ അവിടുന്ന് ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. ആലയത്തിലും ഭവനങ്ങളിലുമായിരുന്നു ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാവരെയും ദൈവം ഒരുപോലെ അനുഗ്രഹിക്കണം. ആലയത്തിൽ ഒരുമിച്ച് കൂടി വരാൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ എല്ലായിടത്തും പരിവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കർത്താവെ ഓരോ ജീവിതങ്ങളിലും അവിടെ ഇടപെടണമേ എന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. പാടുന്ന പാട്ടുകളിലൂടെ, തിരുവചനങ്ങളിലൂടെ എല്ലാം അങ്ങയുടെ പൊന്നുനാമം മഹത്വപ്പെടാൻ ദൈവം സഹായിക്കണമേ. എല്ലാ കുറവുകളും ബലഹീനതകളും പൊറുക്കണം. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾ എല്ലാവരെയും നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യണം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവനാമ മഹത്വത്തിന് പുകഴ്ചയ്ക്കുമായി 89-ാമത്തെ ഗീതം. ദൈവത്തെ ബോധപ്പെടുത്താം. ആരാധനക്രമം 4-ാം ഭാഗം 2-ാം ഭാഗം ലിത്താനികൾ പ്രതിവാക്യമായി ചൊല്ലാം. ആരാധനക്രമം 4-ാം ഭാഗം 2-ാം ഭാഗം ലിത്താനികൾ പ്രതിവാക്യമായി ചൊല്ലാം. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവ്വഭൂമിയും തിരുസന്നിധിയിൽ മൗനമായിരിക്കട്ടെ. ബഹുമാനവും തേജസ്സും തിരുമുൻപിലും ബലവും ശോഭയും അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. ഞാനോ അങ്ങയുടെ കൃപയുടെ ബഹുത്വത്താൽ അങ്ങയുടെ ആലയത്തിലേക്ക് പ്രവേശിക്കും. അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ അങ്ങയുടെ ഭക്തിയോടെ ആരാധിക്കും. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശവും ഭൂമിയും ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ ജനപതിന്മാരോട് വലുതായിരിക്കുന്നു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത്
എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. കർത്താവേ, എന്റെ അധരങ്ങൾ തുറക്കണമേ, എന്നാൽ എന്റെ വായ് അങ്ങയുടെ സ്തുതി വർണ്ണിക്കും. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോടെ ഏറ്റുപറയുവാൻ തിരുവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. അനുതാപ പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ വിനയപ്പെടുത്തി ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക. നിന്റെ അകത്തെ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെന്ന് അവിടത്തോട് സകലവർക്കും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. അനാഥന തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നുവല്ലോ എന്ന് പറയുവിൻ. നമ്മുടെ കുറവുകളെയും ബലഹീനതകളെല്ലാം പൂർണ്ണമായ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കർത്താവേ, ഈ വിശുദ്ധ ദിവസം അവിടെ തന്നെ അനുഗ്രഹിക്കണം. വിശുദ്ധ ദിവസത്തിന്റെ നന്മ അനുഭവിപ്പാൻ എന്നെ ഒരുക്കണമേ. വന്നുപോയ എല്ലാ കുറ്റങ്ങളെല്ലാം ദൈവം ക്ഷമിക്കണമേ. അവിടുത്തെ ആത്മാവിനാൽ അവിടെ തന്നെ നിറയ്ക്കണമേ എന്ന് ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കാം. അനുതാപ പ്രാർത്ഥന ആരാധനക്രമം 10ാമത്തെ പ്രാർത്ഥന. എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ആരാധനക്രമം 10ാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, സത്യമായ അനുഭവിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന അവിടുത്തെ വാഗ്ദത്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് തിരുമുമ്പാകെ ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും എന്ന് പറയുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്ത് അവിടുത്തെ കൽപ്പനകളെല്ലാം ലംഘിച്ചിരിക്കുന്നു. അറിയാതെയും വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഞങ്ങൾ പിഴച്ചു. തിരുവിഷ്ടത്തിന് പ്രസാദമുള്ളത് ഞങ്ങൾ ചെയ്യാതെ തിരുമുമ്പാകെ ഉണർവുള്ളവ ചെയ്ത് അവിടുത്തെ കോപത്തിനും ശിക്ഷയ്ക്കും പാത്രീഭവിച്ചിരിക്കുന്നു. തിരുരാജ്യത്തിന്റെ കെട്ടുപണിയിൽ ഞങ്ങൾ അവിടത്തോട് പങ്കാളികളാകാതെ ഞങ്ങളുടെ സ്വാർത്ഥകാര്യങ്ങൾ അന്വേഷിച്ച് ജീവിച്ചു. ഞങ്ങൾ പാപത്തോട് മരണത്തോടെ നിലനിൽക്കുകയോ ഞങ്ങളുടെ ചുറ്റും കാണുന്ന അനീതികളോട് ശക്തിയായി പോരാടുകയോ ചെയ്തിട്ടില്ല. ഞങ്ങൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാതെ ശുശ്രൂഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ചു. യുവനിമിത്തം തിരുനാമത്തിന് അപമാനവും ഞങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് നഷ്ടവും ഞങ്ങൾ വരുത്തിയിരിക്കുന്നു. പാപിയുടെ മരണം ഇഷ്ടമില്ലാത്ത കർത്താവേ, മഹാപാപികളായ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ച് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. പരിശുദ്ധനും നീതിമാനുമായ ദൈവമേ, സകല മലിനതകളിൽ നിന്നും കറകളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ നിഷ്കളങ്കമായി ജീവിച്ച് ലോകത്തിന്റെ വെളിച്ചമായി ശോഭിക്കാനും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിന്റെ വരവിൽ പ്രത്യാശയോട് എതിരേൽക്കാനും അവിടുത്തെ ലോകരാജ്യത്തിൽ ജ്ഞാനം അനുഭവിക്കാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. സത്യമായി അനുഭവിക്കുന്നവരോടുള്ള ദൈവത്തിന്റെ കൃപാമഴി കേൾപ്പിൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടെ നിന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിൽ മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. അവിടെ നിന്ന് നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയമസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് അകറ്റിയിരിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം ചെയ്തിട്ടുള്ള എല്ലാ നന്മകളെയും ഓർമ്മിച്ചുകൊണ്ട് പൊതുവായ സ്തോത്ര പ്രാർത്ഥന. ആരാധനക്രമം 17ാമത്തെ പ്രാർത്ഥന. ഞാൻ പറയുന്ന പ്രാർത്ഥനകൾക്ക് പിന്നാലെ കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു എന്ന് ഏറ്റുചൊല്ലുക. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ജനങ്ങളുടെ മേലും അവിടുന്ന് കൃപയായി നൽകിയിട്ടുള്ള സകല ദാനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവന് വേണ്ടിയും ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിന് വേണ്ടിയും അവിടുത്തെ കൃപയാൽ ഞങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള സത്യത്തിനായും ഞങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാ
ദിവ്യമായ കാര്യങ്ങളിലേക്ക് ഞങ്ങളെ വഴി നടത്തുന്ന വിശ്വാസത്തിനായും പ്രത്യാശയ്ക്കായും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനോഹരമായ പ്രപഞ്ചം, പകൽ രാത്രി, വേനൽ, മഴ, വിത, കൊയ്ത്ത്, സസ്യാദികൾ എന്നിവയ്ക്ക് വേണ്ടിയും സകല സന്തോഷങ്ങൾക്കായും ആശ്വാസങ്ങൾക്കായും കുടുംബ സംബന്ധമായ അനുഗ്രഹങ്ങൾക്കായും സ്നേഹിതന്മാർക്കായും സാമൂഹിക ജീവിതത്തിലെ നിർമ്മല സന്തോഷം, സ്നേഹം, സഹതാപം എന്നിവയ്ക്കായും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഉപജീവന മാർഗങ്ങൾ, വിദ്യാഭ്യാസം, സാഹിത്യം, ശാസ്ത്രം, കല, സംസ്കാരം എന്നിവയ്ക്കായി സാമൂഹിക നീതിക്കും മധ്യയുടെ വിമോചനത്തിനും അവസ്ഥയുടെ ഉദാഹരണത്തിനും വേണ്ടി പോരാടുന്ന ഭരണാധിപന്മാർ, സാമൂഹിക പ്രവർത്തകർ, നിയമനിർമ്മാതാക്കൾ, ശാസ്ത്രജ്ഞന്മാർ തുടങ്ങിയവർക്കായി ദൈവം ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, യുവതിവാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർക്കായി അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായും പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിനായും സഭയിലെ വിവിധ ശുശ്രൂഷകൾക്കായും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ ലഭിച്ചിരിക്കുന്ന സന്ദർഭങ്ങൾക്കായും കൃപയും സ്നേഹവും നിറഞ്ഞ ദൈവമേ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ അതിരുകൾ കൊണ്ട് അങ്ങയെ സ്തുതിച്ചു. ഞങ്ങളെ തന്നെ അങ്ങേക്ക് പ്രദർശിച്ച് ജീവിക്കുന്നതിനും ജീവിതത്താൽ അങ്ങയെ സ്തുതിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ എഴുത്തുകാരുമായ കർത്താവേ, ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുമുമ്പാകെ സാധനമായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രതിവാക്യമായി ചൊല്ലേണ്ട സങ്കീർത്തനം 116. 116 സങ്കീർത്തനം പ്രതിവാക്യമായി ചൊല്ലും. യഹോവ എന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തന്റെ ചെവിയെങ്കിലേക്ക് ശായിഷം കൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു. ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. യഹോവ കൃപയും നീതിയുമുള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. യഹോവ അല്പബുദ്ധികളെ പാലിക്കുന്നു. ഞാൻ എടുക്കപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കാൻ യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും. ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നു എന്ന് ഞാൻ എന്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവനെന്ത് പകരം കൊടുക്കുന്നു? ഞാൻ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുകയും കഴിക്കും. തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. യഹോവേ, ഞാൻ എന്റെ ദാസനാകുന്നു. നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ നീ എന്റെ ബന്ധനങ്ങളെ കഴിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരങ്ങളിലും യെരൂശലേമേ നിന്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുകയും കഴിക്കും. യഹോവയെ സ്തുതിപ്പിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ഇന്നത്തേക്കുള്ള തിരുവചന പാഠഭാഗം വായിക്കുന്നത് ശ്രദ്ധിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ
ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വായിച്ചു കേട്ട തിരുവഴുത്തുകളാൽ ദൈവം നമ്മെ അവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. തിരുവചനം വായിച്ചു കേട്ട നാം നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിലൂടെ എത്തിച്ചെല്ലാം. ആരാധനക്രമം 22-ാം ക്രമം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ശിരസ്സുകളെ നമിക്കാം. ഒരു മനസ്സോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളിതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു വിശുദ്ധ ദിവസം കൂടെ കാണാൻ വലിയവനായ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പഠിപ്പിച്ച കർത്താവ്, ഞാൻ നിങ്ങൾക്കായി സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് വാഗ്ദത്തം ചെയ്ത സ്വർഗീയ പിതാവേ, ഇന്ന് ഈ വിശുദ്ധ ദിവസത്തിൽ നമുക്കൊരുമിച്ച് ഈ ദേവാലയത്തിൽ കൂടി വരുന്നതിനും ആ ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവം ഒരവസരം കൂടെ നൽകി. നമ്മെ തന്നെ സമ്പൂർണമായി ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തിനായി, നമ്മുടെ രാജ്യത്തിനായി, ലോക രാഷ്ട്രങ്ങൾക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ ലോകം സമാധാനം നഷ്ടപ്പെട്ട് മരണഭീതിയുടെയും രോഗത്തിൻ്റെയും പകർച്ചവ്യാധിയുടെയൊക്കെ അനുഭവങ്ങളിലായി അനേകമായിരങ്ങൾ അയ്യം വിളിക്കുന്ന ഈ സമയം നമ്മൾ അവരെക്കാൾ ശ്രേഷ്ഠരല്ല, വിശുദ്ധരല്ല. എന്നാലും ദൈവത്തിൻ്റെ കൃപയാൽ ഇതുവരെ നടത്തിയ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട്, ദൈവമേ, ഇനിയും ഞങ്ങളെ നടത്തണമേ, നയിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് വിനയപ്പെട്ട് താഴ്മയോടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം നാഥാ സ്തുതിക്കുന്നു. സ്വർഗീയ പിതാവേ, ഈ ഭൂമുഖത്ത് ഒരു നിമിഷം ഞങ്ങൾ ജീവിക്കുന്നു എങ്കിൽ അത് ദൈവത്തിൻ്റെ കരുണയാണ്, കൃപയാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, കഴിഞ്ഞ ഒരാഴ്ചവട്ട കാലം ദൈവം ഞങ്ങളെ എല്ലാവരെയും സുഖഭദ്രമായി കാത്തു പരിപാലിച്ചു. വരാമായിരുന്ന ആപത്തുകൾ, അനർത്ഥങ്ങൾ, മരണനിഴലിന്റെ താഴ്വരകളിൽ കൂടി കടന്നുപോയി എങ്കിലും ദൈവം ഞങ്ങളുടെ ജീവനെ ഈ ഭൂമുഖത്ത് ശേഷിപ്പിച്ച് ഇത്രയും അനുഗ്രഹിച്ചിരിക്കുന്ന ദയയ്ക്കായി നന്ദിയോടെ സ്തോത്രം നാഥാ സ്തുതിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ഇന്ന് ഈ വിശുദ്ധ ദിവസം
വിശുദ്ധ ആരാധനയ്ക്കായിട്ട് ഞങ്ങൾ തിരുസന്നിധിയിൽ ആയിരിക്കുന്നു. കർത്താവെ, ആരാധന നടത്തുകയും ഭവനങ്ങളിൽ നിന്ന് ആരാധനയിൽ പങ്കുചേരുന്ന വിവിധ സ്ഥലങ്ങളിലായിരുന്ന ഈ ആരാധന ശ്രവിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാവരെയും ഒന്നുപോലെ നയിക്കുന്ന പരിശുദ്ധാത്മാവ് എല്ലാ ഹൃദയങ്ങളിലും ഒന്നുപോലെ ഇടപെടണമേ എന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പലയിടങ്ങളിലായിരിക്കുന്നുവെങ്കിലും ഒരേ ആത്മാവിനാൽ ഒരേ മനസ്സോടെ ദൈവത്തെ ആരാധിക്കാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഇന്ന് ലോകത്തിൽ ഞങ്ങൾ നോക്കുമ്പോൾ പകർച്ചവ്യാധിയുടെയും കൊറോണ വൈറസിന്റെ കർത്താവെ പ്രതിസന്ധിയാൽ ലോകത്തിലെ അനേകം ആയിരങ്ങൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അനേകം ആയിരങ്ങൾ രോഗികളായി തീർന്നുകൊണ്ടിരിക്കുന്നു. അനേകം ആയിരങ്ങൾ ആശുപത്രിയിലും ചികിത്സകളിലുമായി കഴിയുന്നു. കർത്താവേ, ഞങ്ങൾ ഇന്ന് ഈ ദേവാലയത്തിലിരുന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ തിരുസാന്നിധ്യം പകർന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ദേശത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേശത്തെ വലിയവനായ ദൈവം ഇതുവരെയും സംരക്ഷണ ചെയ്യുന്ന കൃപകൾക്കായി സ്തോത്രം. കർത്താവെ, മനുഷ്യൻ എത്ര നിസ്സാരനാണ് എന്ന് വീണ്ടും വീണ്ടും ഉണർത്തുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുദിനവും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കർത്താവെ, ആ വിധത്തിൽ ഉണരുവാനും ഒരു വലിയവനായ ദൈവത്തിന്റെ മുൻപിൽ ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തി താഴ്മയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നന്മകൾ അനുഭവിപ്പാൻ എല്ലാവരെയും ഒരുക്കണമേ. കർത്താവെ, മനുഷ്യന്റെ കഴിവ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ലല്ലോ നാഥ. അവിടുത്തെ കൃപ പകർന്ന് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, പകർച്ചവ്യാധി പല രാജ്യങ്ങളിലും പല ദേശങ്ങളിലും പകർന്നുകൊണ്ടിരിക്കുന്നു. കർത്താവെ, ഈ അനുഭവങ്ങളിൽ ഞങ്ങളുടെ ദേശത്തെ അവിടുന്ന് കാത്തുകൊള്ളണമേ. കർത്താവെ, രോഗത്താൽ ഭാരപ്പെടുന്ന അനേകം ആയിരങ്ങളുണ്ടല്ലോ, അവരെയും ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചികിത്സകളിലായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരെയും സൗഖ്യമാക്കണമേ. അവിടുത്തെ സൗഖ്യമാക്കുന്ന കരം അവിടുന്ന് നീട്ടണമേ എന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. മനുഷ്യവർഗത്തോടും ദൈവം മനസ്സലിയണമേ. പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ ദൈവം മനുഷ്യനോടും മനസ്സലിയണമേ എന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവെ, അവിടുത്തെ സൃഷ്ടികളാകുന്ന മനുഷ്യൻ ദൈവസന്നിധിയിൽ വിനയപ്പെടുമ്പോൾ, നിലവിളിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ സൃഷ്ടിതാവായ ദൈവം സൃഷ്ടിയോടും കരുണ കാണിക്കുന്ന ദൈവമെന്ന വചനത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, അങ്ങയുടെ സൃഷ്ടികളാകുന്ന മനുഷ്യവർഗത്തോടും അവിടുന്ന് മനസ്സലിയണമേ. കർത്താവെ, ഈ നാളുകളിൽ പകർന്നുകൊണ്ടിരിക്കുന്ന, പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ പകർച്ചവ്യാധിയിൽ നിന്നും മനുഷ്യനെ അവിടുന്ന് രക്ഷിക്കണമെന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ അത് നിൽക്കുമല്ലോ. കർത്താവെ, അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ച് ഈ രോഗത്തെ ഭൂമിയിൽ നിന്നും അവിടുന്ന് പൂർണ്ണമായി തുടച്ചു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഈ നാളുകളിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ ഞങ്ങളുടെ ദേശവും രാജ്യവും ലോകരാഷ്ട്രങ്ങളെല്ലാം കടന്നു പോകുന്നു. അതികഠിനമായിട്ടുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും, കർത്താവെ, ക്ഷാമവും തുടങ്ങിയുള്ള പ്രതികൂല അവസ്ഥകളിലേക്ക് കടന്നു പോകുമ്പോൾ അവിടുന്ന് എല്ലാറ്റിനും പരിഹാരം നൽകി ദേശത്തെയും ജനത്തെയും അവിടുന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ കർത്താവെ, ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. കർത്താവെ, അവരവരുടെ ഭവനങ്ങളിലിരുന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഈ സമയം അവിടുത്തെ ദിവ്യമായിട്ടുള്ള ആത്മാവിനാൽ എല്ലാവരെയും നിറയ്ക്കണമേ. കർത്താവെ, എല്ലാ കുടുംബ
കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ. ഒരു നന്മയ്ക്കും കുറവ് വരാതെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. ആലയത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന് ആരാധിക്കാൻ ഈ നാളുകളിൽ കഴിയുന്നില്ല. കർത്താവെ, അതിനുള്ള സാഹചര്യം, അതിനുള്ള കർത്താവെ എല്ലാ തരത്തിലുള്ള അനുകൂലമായ അവസ്ഥകളെ ദൈവം ഒരുക്കണമെന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികളായി വിവിധമായിട്ടുള്ള പ്രതിസന്ധികളോടെ ആയിരിക്കുന്ന വ്യക്തികളുണ്ടല്ലോ, അവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ ധാരാളമായി പകരണമേ. വാർദ്ധക്യ സഹജമായ ബലഹീനതകൾ അനുഭവിച്ച് ഭവനങ്ങളിലായിരിക്കുന്നവരുണ്ട്, അവരെ അവിടുന്ന് ബലപ്പെടുത്തണമേ. കർത്താവെ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും കടഭാരങ്ങളും ആയിരിക്കുന്നവരുണ്ട്, അവരെയും അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ യൗവനക്കാർ, കർത്താവെ, കുഞ്ഞുങ്ങൾ, യുവതിവാക്കൾ, വിദ്യാർത്ഥികൾ എല്ലാവർക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മക്കളെയും അവിടുന്ന് ഒരുപോലെ അനുഗ്രഹിക്കണം. കർത്താവെ, ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന നന്മ എത്ര വലുതാണ് എന്ന് ഈ സമയം ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സ്വാതന്ത്ര്യം എത്രയോ അനുഗ്രഹമാണ് എന്നത് ഞങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നു. കർത്താവെ, ആ സ്വാതന്ത്ര്യത്തിൽ വീണ്ടും ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഉള്ള എല്ലാ സാഹചര്യങ്ങളും, എല്ലാ അനുകൂല അവസ്ഥകളും, കൃപകളും ദൈവം നൽകണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദേശത്തിലെ എല്ലാ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കണം. എല്ലാ വ്യക്തികളെയും ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ, ദേശത്തെ നയിക്കുന്ന ഭരണാധിപന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വേണ്ടുന്ന ദൈവികമായിട്ടുള്ള ആലോചനകൾ ദൈവം നൽകി ഈ നാളുകളിൽ ആവശ്യമുള്ള നല്ല ഭരണം കാഴ്ചവെക്കാൻ ദൈവം കൃപ ചെയ്യണമേ. ഞങ്ങളുടെ രാജ്യത്തിനായും രാജ്യത്തെ ഭരിക്കുന്ന ഭരണകർത്താക്കൾക്കായും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ കൃപ ധാരാളമായി പകർന്നു ഈ പ്രതിസന്ധിയിൽ നിന്ന് രാജ്യത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടുന്ന എല്ലാ കൃപകളും ദൈവം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആതുര ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഈ സമയം ഓർക്കുന്ന കർത്താവെ, പ്രത്യേകിച്ച് കർത്താവെ, ഡോക്ടർമാരായി, നഴ്സുമാരായി, കർത്താവെ, രോഗികളെ ചികിത്സിക്കുന്ന മറ്റ് വിവിധമായ നിലകളിൽ കർത്താവെ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതവും ജീവനെയും ത്യജിച്ചുകൊണ്ട് കർത്താവെ പ്രവർത്തിക്കുമ്പോൾ അവിടുത്തെ ദിവ്യമായിട്ടുള്ള സാന്നിധ്യം തന്റെ മക്കളോടും അവരുടെ പ്രവർത്തനങ്ങളോടും കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഐക്യതയോടുകൂടെ ഈ നാടുകളിൽ പ്രവർത്തിക്കുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കണമെന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ ദിവ്യമായിട്ടുള്ള അനുഗ്രഹം ഈ ദേശത്തിന്മേലും ഞങ്ങളുടെ രാജ്യത്തിന്മേലും അവിടുന്ന് പകരണമേ. ലോകരാഷ്ട്രങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പകർച്ചവ്യാധി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗീയ പിതാവേ, അവിടുന്ന് തന്നെ എല്ലാ രാജ്യങ്ങളിലെ ജനങ്ങളെയും അവിടുന്ന് കർത്താവെ കരുണയോടെ കാത്തുകൊള്ളണമേ. ഈ കർത്താവെ, കൊറോണ വൈറസിൽ നിന്ന് ഞങ്ങളുടെ ലോകത്തെയും ജനത്തെയെല്ലാം അവിടുന്ന് വീണ്ടെടുക്കണമേ എന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ ആലയത്തിൽ കൂടി വന്ന് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനകളും അപേക്ഷകളുമെല്ലാം സ്വർഗത്തിന്റെ ദൈവം ശ്രദ്ധ വെച്ച് കേട്ട് കർത്താവെ, അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ കൊണ്ടല്ലാതെ ഇനി ഒന്നും ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയുമില്ലോ. കർത്താവെ, അവിടുന്ന് തന്നെ പ്രവർത്തിക്കുകയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഷ്ടത അനുഭവിക്കുമ്പോൾ കർത്താവെ, ജനം അങ്ങേ നോക്കി നിലവിളിച്ച് കർത്താവെ, അവിടുന്ന് ജനത്തോട് മനസ്സലിഞ്ഞ് അവരെ രക്ഷിച്ചു എന്ന് കർത്താവെ ഞങ്ങൾ വചനത്തിലൂടെ വായിക്കുകയും അറിയുകയും ചെയ്യുന്നു. ഈ നാളുകളിൽ പല സ്ഥലങ്ങളിലായി അനേകം ജനങ്ങൾ നിലവിളിയോടെ ആയിരിക്കുമ്പോൾ അവരുടെ കണ്ണുനീരും പ്രാർത്ഥനയും എല്ലാം അവിടുന്ന് കേൾക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് നൽകിയ ഈ കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ആരാധനയുടെ ആരംഭം മുതൽ ഇതുവരെയും തിരു സാന്നിധ്യം പകർന്നുവല്ലോ.
സംസാരിക്കുന്ന അച്ഛനെയും അവിടുന്ന് ശക്തീകരിക്കണമേ. കർത്താവെ, ആരാധനയ്ക്കായി എല്ലാവിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്ന എല്ലാ മക്കളെയും അവിടുന്ന് ഒരുപോലെ അനുഗ്രഹിക്കണം. കർത്താവെ, അവിടുത്തെ ദിവ്യമായ സമാധാനവും സന്തോഷവും ഞങ്ങൾ അനുഭവിപ്പാൻ ദൈവം കൃപ ചെയ്യണമെന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. വരും നാളുകളിലെ ഞങ്ങളുടെ ജീവിതത്തിലുള്ള ധൈര്യവും കർത്താവെ നന്മയും ഇന്ന് അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. ഇതുവരെയും അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്നതിനായി സ്തോത്രം. തുടർന്നും തിരുകൃപ ഞങ്ങളിൽ പകരണം. സകലമാനവും മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് തന്നെ സമർപ്പിക്കുന്നു. ക്രിസ്തയേശു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കൈക്കൊള്ളണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരയണമേ. തിരുവിഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപകടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പെടുത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ഒരു വിവാഹ പരസ്യം വായിക്കുന്നു. പുതുകുന്ന് ഡിസ്ട്രിക്റ്റിൽ പുതുകുന്ന് സഭയിൽ ആൻഡ്രൂസ് മകൻ അഖിലും, മലയൻകീഴ് ഡിസ്ട്രിക്റ്റിൽ മലയൻകീഴ് സഭയിൽ വിൽസൺ മകൾ ആനിയും തമ്മിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതിന് സമ്മതിച്ചിരിക്കുന്നു. ഈ വിവാഹം നിയമവിരുദ്ധമാണെന്നോ വേദവിപരീതമാണെന്നോ ആർക്കെങ്കിലും സാധാരണം തെളിയിക്കാമെങ്കിൽ ഈ വിവരം ഇന്നു മുതൽ 10 ദിവസങ്ങൾക്കകം പ്രോസിക്യൂട്ടറെ അറിയിക്കേണ്ടതാകുന്നു. ഇത് 1ാമത്തെ പരസ്യം. അറുപതാമത്തെ ഗീതം നമുക്ക് പാടാം. ആത്മാവെ വന്ന് എൻ്റെ മേൽ നീ ഉദിക്കണമേ. 60ാം ഗീതം. കരുണയുള്ള ഞങ്ങളുടെ കർത്താവേ, വിശുദ്ധ ആരാധനയുടെ സന്തോഷം ഞങ്ങൾക്ക് അനുഭവിക്കാൻ ഈ പ്രഭാതത്തിലും അവിടുന്ന് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഭവനങ്ങളിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഇരുന്ന് ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാ ജനത്തെയും തുടർന്നും അവിടുത്തെ ആത്മാവിനാൽ നിയന്ത്രിക്കണമേ. അല്പസമയം തിരുവചനം ധ്യാനിക്കാൻ ഒരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിന്ന് വചനം പറയാനും അതേ ആത്മാവിൻ്റെ കൃപയിൽ അവിടുത്തെ മക്കളും ശ്രദ്ധിച്ച് അങ്ങേയ്ക്കായി ജീവിക്കാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുകയും ഒരുക്കുകയും ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.
ഇന്നത്തെ വചന കേൾവിക്കായി എല്ലാവരെയും ദൈവനാമത്തിൽ ക്ഷണിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം സുവിശേഷ വേദഭാഗമായി വായിച്ചു കേട്ട വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ വാക്യം. വിശുദ്ധ യോഹന്നാൻ 14-ാം അധ്യായം 6-ാം വാക്യം. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. മനുഷ്യന് വഴി വളരെ പ്രധാനമാണ്. പുരയിട വാങ്ങുമ്പോൾ, വീടുകൾ പണിയുമ്പോൾ വഴിയുടെ സൗകര്യം എല്ലാവരും നോക്കാറുണ്ട്. വഴിയുടെ പേരിൽ കേസുകളും കൊലപാതകങ്ങളും നടന്നിട്ടുള്ള അനേക സംഭവങ്ങൾ ഉണ്ട്. വഴിത്തർക്കം എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. എല്ലാവരും വിശാലമായ വഴികളും റോഡുകളും ഇഷ്ടപ്പെടുന്നു എന്ന് നമുക്കറിയാം. ഇതെല്ലാം സഞ്ചാര സൗകര്യത്തിന് വേണ്ടിയുള്ള വഴികളാണ്. എന്നാൽ ഇന്ന് നാം ചിന്തിക്കുന്നത് സുവിശേഷ ഭാഗത്ത് വായിച്ചു കേട്ടപ്പോൾ യേശുവും തോമസും കൂടെയുള്ള സംഭാഷണത്തിൽ ഒരു വഴിയെ പറ്റി പറയുന്നു. ഇത് പിതാവായ ദൈവത്തിന്റെ അടുക്കൽ എത്താനുള്ള വഴിയെ കുറിച്ചാണ്. ഈ കാലഘട്ടത്തിൽ നമ്മെ ബാധിച്ചിരിക്കുന്ന ഈ കൊറോണ വൈറസ് മുഖാന്തരം വന്നിരിക്കുന്ന രോഗം, ഇതിൽ നിന്ന് മോചനം ലഭിക്കാൻ എന്താണ് വഴി? മനുഷ്യന്റെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കുമ്പോൾ മനുഷ്യർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇവയെ തരണം ചെയ്യാൻ എന്താണ് വഴി? ഇത് സാധാരണക്കാരായ മനുഷ്യർ മാത്രമല്ല, ലോകത്തിലുള്ള ഭരണകർത്താക്കന്മാരും ജനസേവകന്മാരായിരിക്കുന്ന എല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ്, എന്താണ് ഇതിനൊരു വഴി? എന്നാൽ ഇവിടെ തോമസും യേശുവും തമ്മിലുള്ള ആ സംഭാഷണത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു വഴിയെ കർത്താവ് കാണിക്കുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്താനുള്ള വഴി. ഈ വഴിയാണ് വളരെ പ്രാധാന്യം. ഈ ഭാഗത്തിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ചിന്ത, യേശു പറയുന്ന ഈ അവകാശവാദം, അതായത് ഇത് അസാധാരണമായ ഒരു അവകാശവാദമാണ്. ഞാൻ പറയുന്ന ഒന്നാമത്തെ കാര്യം അസാധാരണമായ ഒരു അവകാശവാദം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 15 വരെയുള്ള അധ്യായങ്ങളിൽ, 6 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിൽ യേശുവിന്റെ 7 അവകാശവാദങ്ങളെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ 7 അവകാശവാദങ്ങളിൽ ഒന്ന്, ഞാൻ ജീവന്റെ അപ്പം, 6:35. ഞാൻ ലോകത്തിന്റെ വെളിച്ചം, 8:12. ഞാൻ വാതിലാവുന്നു, 10:9. ഞാൻ നല്ല ഇടയൻ, 10:11. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, 11:25. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, 14:6. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, 15:1. ഇത് യേശുവിന്റെ 7 അവകാശവാദങ്ങളാണ്. ഇതിൽ 6-ാമത്തെ അവകാശവാദമാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്നത്. യേശു ശിഷ്യന്മാരോട് വിടവാങ്ങൽ പ്രസംഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യേശു ഏത് വഴി പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ എന്ന് തോമസ് പറയുമ്പോൾ യേശുവിന്റെ മറുപടിയാണ് ഈ 6
യഥാർത്ഥവും ജീവനുള്ളതുമായ വഴി ഞാൻ തന്നെ എന്ന് ഇവിടെ രേഖപ്പെടുത്തുന്നു. എന്ന് പറയുമ്പോൾ സത്യമായ വഴി, ജീവനുള്ള വഴി ഞാൻ തന്നെ എന്ന് തറപ്പിച്ച് പറയുകയാണ് ഇവിടെ. യേശുവിനെ വഴി എന്ന് വിവക്ഷിച്ചിട്ടുള്ള മറ്റു വാക്യങ്ങളും വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. മറ്റൊരു വാക്യം എബ്രായർ 10:19 അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്ന വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി യേശു, ജീവനുള്ള പുതുവഴി യേശു, സത്യമായ വഴി, ജീവനിലേക്ക് നടത്തുന്ന വഴി, പിതാവിലേക്ക് പോകാനുള്ള വഴി യേശുവാണെന്ന് വ്യക്തമാണ്. ഇത് ഒരു അതിര് കടന്ന അവകാശവാദമായി നമുക്ക് തോന്നാം. എന്നാൽ യേശുവിന്റെ വാക്കുകൾക്ക് സംശയമില്ല. യേശുവിന്റെ വാക്കുകൾ സ്വീകരിച്ചാൽ യേശുവിലൂടെ പിതാവിലേക്ക് പ്രവേശനം ലഭിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത്തെ ചിന്ത ഇവിടെ എന്നിലൂടെ അല്ലാതെ, യേശു പറയുന്നത് എന്നിലൂടെ അല്ലാതെ പിതാവിന്റെ അടുക്കൽ എത്താൻ കഴിയുന്നില്ല. ഇന്ന് അധികം പേരും കുറുക്കു വഴികൾ തേടുന്നവരാണല്ലോ. ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് എളുപ്പമാർഗങ്ങൾ മനുഷ്യരായിരുന്നു. അവ തെറ്റാണെങ്കിൽ പോലും കാര്യസാധ്യത്തിന് എന്ത് മാർഗം സ്വീകരിക്കുന്നതിനും അധികം പേരും പഠിക്കാറില്ല. ഇന്നത്തെ ചില മനുഷ്യരുടെ വഴി ശ്രദ്ധിച്ചാൽ അവർ എവിടെ ചെന്ന് എത്തിച്ചേരും എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുകയില്ല. വേദപുസ്തകത്തിൽ 2 വഴികളെ കുറിച്ച് അനേകം പ്രാവശ്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു വഴി നാശത്തിലേക്കുള്ള വഴി, മറ്റൊരു വഴി ജീവനിലേക്ക് അഥവാ രക്ഷയിലേക്കുള്ള വഴി. ഇന്നത്തെ പഴയ നിയമ വേദഭാഗം നാം വായിച്ചാൽ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം വഴിയില്ലാത്ത ഒരിടത്തേക്ക് വന്നെത്തിയെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. പക്ഷേ കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിന് വഴിയൊരുക്കി മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിവുള്ളവരാണെന്ന് ജനം ഈ ചെങ്കടലിന് തീരത്ത് വെച്ച് അറിയുന്നു. ദൈവത്തിന്റെ ജനത്തെ തന്റെ വഴിയിലൂടെ നടത്തിയതായിട്ട് നാം മനസ്സിലാക്കുന്നു. വഴിയാകുന്ന ക്രിസ്തു പ്രതിസന്ധികളിൽ ധൈര്യവും ശക്തിയും നൽകി നമ്മെ വഴി നടത്തുന്നു എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇന്നത്തെ ലേഖന പാഠഭാഗം നാം ശ്രദ്ധിച്ചാൽ അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായം 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വെളിച്ചപ്പാടത്തിയായ സ്ത്രീയെ യഥാർത്ഥ വഴിയിലേക്ക് കൊണ്ടുവന്ന പൗലോസിന്റെയും ശീലാസിന്റെയും ആ ശുശ്രൂഷയുടെ ക്രമം നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഇവിടെ ഈ വെളിച്ചപ്പാടത്തിയെ ക്രിസ്തുവിന്റെ വഴിയിലേക്ക് നടത്തിയത് മുഖാന്തരം ഈ പൗലോസും ശീലാസും ഫിലിപ്പിയിലെ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട ഒരനുഭവമായി നാം കാണുന്നു. അവിടെ പൗലോസിനെയും ശീലാസിനെയും ദേശാധിപതികൾ ശരിയായ വിധത്തിൽ അവരെ ഉപദ്രവിച്ച് അവരെ ജയിലിൽ അടച്ചിരിക്കുക. ആ സമയത്ത് അർദ്ധരാത്രിയിൽ അവര് ദൈവത്തെ
എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്താനുള്ള വഴി ഇത് മാത്രമേ ഉള്ളൂ. അവിടെ ഈ വെളിച്ചപ്പാടത്തിയായ സ്ത്രീയെ ക്രിസ്തു ദൈവത്തിലേക്ക് വഴി നടത്തി. അതിലൂടെ ഒരു വലിയൊരു സമൂഹം ദൈവത്തിലേക്ക് തിരിഞ്ഞു വരുന്നതായിട്ട് നമ്മൾ ഈ വേദഭാഗത്ത് വായിച്ച് മനസ്സിലാക്കുകയാണ്. ശരിയായ വഴി യേശുവാണ്. യേശുവിൽ വിശ്വസിക്കുക, അതാണ് ആവശ്യമായിരിക്കുന്നത്. മാർഗമായ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ പൗലോസ് ഇവിടെ ആവശ്യപ്പെടുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നു. ഇന്ന് നമുക്കറിയാം, പലരും അതാണ് വഴി, ഇതാണ് വഴി എന്ന് പറയുന്ന അനേകം ആളുകളെ നാം കാണുന്നു. ശ്രീപുത്രൻ യാഥാർത്ഥ്യത്തിലേക്കുള്ള വഴി കണ്ടുപിടിച്ചതായ അവകാശം. കൺഫ്യൂഷ്യസ് തന്റെ ഉപദേശങ്ങൾ യഥാർത്ഥ വഴി എന്ന് പ്രസ്താവിച്ചു. എന്നാൽ യേശു മാത്രം ഞാൻ തന്നെ വഴി എന്ന് പറഞ്ഞതായി നാം ഈ തിരുവചന വേദഭാഗത്തിൽ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് യേശുവിലൂടെ പിതാവിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയും. മൂന്നാമത്തെ മറ്റൊരു ചിന്ത, പിതാവിനെ സമീപിക്കാനുള്ള സ്വാതന്ത്ര്യം. പിതാവിനെ സമീപിക്കാനുള്ള സ്വാതന്ത്ര്യം ക്രിസ്തു നമുക്ക് നൽകുന്നുണ്ട്. യേശുവാകുന്ന വഴിയിലൂടെ ഏതൊരു മനുഷ്യനും പിതാവായ ദൈവത്തെ നേരിട്ട് സമീപിക്കുന്നതിന് സ്വാതന്ത്ര്യവും അനുവാദവും ലഭിക്കുന്നു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകൽച്ച യേശുവിൽ കൂടെ ഇല്ലാതാകുന്നതായിട്ട് നാം ഇവിടെ കാണുന്നു. മക്കളെന്ന പദവി നമുക്ക് ലഭിക്കുന്നു. മക്കൾക്ക് പിതാവിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ ആരുടെയും ശുപാർശയുടെ ആവശ്യമില്ല. യോഹന്നാന്റെ സുവിശേഷം 1-12 വാക്യം വായിക്കുമ്പോൾ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അതുകൊണ്ട് വഴിതെറ്റി അലയുന്ന മനുഷ്യരെ ശരിയായ ഒരു വഴി വേണം. നമ്മെ നയിക്കുന്ന യേശുവാണ് വഴി. ആ വഴി പിതാവിലേക്ക് നയിക്കുന്ന വഴിയാണ്. ഏത് നിമിഷത്തിലും ഏത് സ്ഥലത്തും ഏത് മനുഷ്യനും ഈ സ്വാതന്ത്ര്യം അനുഭവമാക്കാവുന്നതാണെന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 3 കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ഒന്ന്, യേശു പറഞ്ഞത് വഴിയും സത്യവും ജീവനെന്ന് പറയുന്നത് ഒരു അസാധാരണമായ അവകാശവാദമായിരുന്നു. രണ്ടാമത് നാം ചിന്തിച്ചത് യേശുവിലൂടെ മാത്രം ദൈവത്തിലേക്ക് ചെന്നെത്താൻ കഴിയുന്നു. മൂന്നാമത്, പിതാവിനെ സമീപിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമായി ക്രിസ്തു തുറന്നു തന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ക്രിസ്തുവാകുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് രക്ഷ പ്രാപിക്കുവാൻ ദൈവം ഇന്നും മനുഷ്യനെ ക്ഷണിക്കുന്നു. അതിനായി ദൈവം തന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മെ സഹായിക്കുന്നതാകട്ടെ. ആമേൻ. ക്രിസ്തുഗീതത്തിലെ 443 ഗീതം, യേശു മതി എനിക്കെന്നുമെന്നും ക്ലേശങ്ങൾ മാത്രം സഹിച്ചെന്നാലും അപ്പോഴും പാടും ഞാൻ ദൈവമേ നീ എത്ര നല്ലവൻ. 443 ഗീതം. ക്ലേശങ്ങൾ മാത്രം സഹിച്ചെന്നാലും അപ്പോഴും പാടും ഞാൻ ദൈവമേ നീ എത്ര നല്ലവൻ. നീയല്ലാതാരുമില്ലേശനേ എന്റെ ഭാരം നീ
എന്റെ ഭാരം നീക്കാം. നീയല്ലാതാരുള്ളു രക്ഷക, എന്റെ പാപം തീർക്കാൻ. എന്നെ നീ ഏറ്റുകൊൾ ദൈവമേ, അപ്പോൾ ഞാൻ ശാന്തനാം. എന്നെ നീ ഏറ്റുകൊൾ ദൈവമേ, അപ്പോൾ ഞാൻ ശാന്തനാം. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ, ഈ പരിശുദ്ധ ആരാധനയിൽ പങ്കുചേർന്നിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും അവിടുത്തെ സന്നിധിയിൽ ഇതാ വീണ്ടും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴിയും സത്യവും ജീവനുമാകുന്ന കർത്താവിനെ കുറിച്ച് ഞങ്ങൾക്ക് ധ്യാനിപ്പാൻ ഒരവസരം കൂടെ അവിടുന്ന് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് പറഞ്ഞത് അസാധാരണമായ ഒരു പ്രസ്താവനയായിരുന്നത്, അങ്ങയിലൂടെ മാത്രം പിതാവിലേക്ക് പ്രവേശനമുണ്ട്. ഏതു മനുഷ്യനും അങ്ങയിലൂടെ ദൈവത്തെ സമീപിപ്പാനായി കഴിയുമെന്ന് ഈ ദൈവത്തിൻ്റെ വചനം ഇന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു വിശ്വാസ ജീവിതം അവിടുന്ന് ഞങ്ങൾക്ക് ഈ കാലങ്ങളിൽ നൽകിയിരിക്കുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്നത്തെ ആരാധനയിൽ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്ത ഈ പ്രിയ സഹോദരങ്ങളോട് ഒരുമിച്ച് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു. അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. പ്രിയ കർത്താവെ, ഭവനങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ ജനത്തെയും ദൈവം തുടർന്നുള്ള ദിവസങ്ങളിലും അനുഗ്രഹിക്കണമേ. വരും ദിവസങ്ങളിൽ അങ്ങയുടെ മക്കൾക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങളും ഉപജീവനത്തിൻ്റെ തൊഴിൽ മേഖലകളിൽ പോയി അധ്വാനിക്കാനുള്ള അവസരങ്ങളെയും കർത്താവ് ഒരുക്കണമെന്ന് വിനയമായി പ്രാർത്ഥിക്കുന്നു. ദാരിദ്ര്യം കൊണ്ടോ പട്ടിണിയുടെ അനുഭവങ്ങളാലോ ഒരു കുടുംബങ്ങളും സങ്കടപ്പെടാനിടവരാതെ ഓരോ ദിവസത്തിനാവശ്യമായ നന്മകളെ സ്വർഗീയ പിതാവ് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഇടവയിൽ തന്നെ പുതിയ വയസ്സിലേക്ക് പ്രവേശിച്ചവർ, കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് ഒരു വർഷം കൂടെ കാണാൻ ഭാഗ്യം നൽകിയവർ, രോഗങ്ങളിൽ ഇരുന്നവർക്ക് ദൈവം നൽകിയ സൗഖ്യം, മറ്റാവശ്യങ്ങളുടെ നടുവിലിരുന്നവര് ദൈവം അനുഗ്രഹിച്ച വിധങ്ങളെയെല്ലാം ഓർമ്മിച്ച് ദൈവസന്നിധിയിൽ സ്തോത്രമർപ്പിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളുടെ ആലയം ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമായി തുറന്നിടാൻ കഴിയുന്നില്ല എങ്കിലും വിശുദ്ധ ശുശ്രൂഷകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ആലയത്തിൻ്റെ നടത്തിപ്പുകൾക്ക് വേണ്ടി പ്രത്യേകമായ വഴിപാടുകൾ നീക്കിവെച്ച് ദൈവികമായിരിക്കുന്ന ശുശ്രൂഷകൾക്ക് സമർപ്പിക്കുന്ന വ്യക്തികളെ, കുടുംബങ്ങളെ ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. അതിന് നന്മകളും ഇടമക്കൾക്കെല്ലാം അവിടുന്ന് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് വിനയമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവിധ രാജ്യങ്ങളിലായിരിക്കുന്ന അനേകം കേരളീയരായ ആളുകളെ ഞങ്ങളുടെ സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. കർത്താവെ, അവിടുത്തെ മക്കളുടെ യാത്രകൾക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്യുമ്പോൾ, ഈ നാടുകളിൽ വന്നു ചേരുമ്പോൾ അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്ന ഗവൺമെന്റിന്റെ എല്ലാ പദ്ധതിയും ഞങ്ങൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയിക്കുന്നു. യാതൊരു തരത്തിലും രോഗപകർച്ച ഉണ്ടാകാതിരിക്കത്തക്ക നിലയിൽ കാരുണ്യവാനായ ദൈവം പ്രവർത്തിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദിവസങ്ങളിൽ എല്ലാ വ്യക്തി ജീവിതങ്ങളും സമാധാനത്തോടുകൂടെ ആയിരിക്കാൻ സഹായിക്കണമേ. പ്രകൃതിക്ഷോഭങ്ങളാലും ഒരു ദോഷവും ഞങ്ങളുടെ ദേശത്ത് വരാതിരിക്കാൻ അവിടുന്ന് കാത്തുകൊള്ളുകയും ചെയ്യണമെന്ന് വിനയമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ശേഷിക്കുന്ന സമയമുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ സംരക്ഷണം സ്വർഗത്തിലുള്ള ദൈവം തന്ന് ഞങ്ങളെ മുൻപോട്ട് നടത്തണമേ. ഞങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ നീ കൃപയായി സഹായിക്കണമേ. എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങളോട് ക്ഷമിക്കുകയും മഹത്വമെല്ലാം കർത്താവ് സ്വീകരിക്കുകയും ചെയ്യണം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.
ആശീർവാദം. നിത്യരാജാവായ അക്ഷയനും അദൃശ്യനുമായ ഏകദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും ഉണ്ടായിരിക്കണമേ. നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയിടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ തന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശു ക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. ദൈവത്തിന് എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.